സാറേ ഞാനപ്പോ വിളിച്ചിരുന്നത്. എന്റെ പേര് അഭിലാഷ്. അഭിലാഷ്. ബാ കേറ് ഇരിക്കെ. പറയൂ സാർ, എങ്ങനെയൊക്കെ കാര്യങ്ങള്? നമ്മളെ രണ്ടാമത്തെ കടണ്ടേ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയക്കുങ്ങളെ കുറച്ച് പ്രൊഡക്റ്റുകൾ വേണം. നമ്മൾ മൊത്തത്തിൽ സെറ്റ് ചെയ്താൽ പോരെ? അങ്ങനെയല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് തീരെ സമയം കുറവാണേ. അപ്പൊ പെട്ടെന്ന് ആവണം. എടാ, നമ്മളെ ബടക്കിലെ മിതിന്റെ മോളെ കല്യാണ, അവർക്ക് എന്തേലും കൊടുക്കണ്ടേ? ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ കൊടുക്കാപ്പ എല്ലാരും കൊടുക്കണില്ലേ? എന്തേലും ചെയ്യാം. ഞാൻ അധികം ഇവിടെ ഇരിക്കലില്ല. ഇതേപോലെ ഓരോ കല്യാണങ്ങളും അതും ഇതെന്ന് പറഞ്ഞ് പിരിവേരും കല്യാണക്കാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലേ പിന്നെ അത് ഒഴിഞ്ഞു പോകില്ല. ഭയങ്കര ശല്യാണ്. പറഞ്ഞു കഴിഞ്ഞില്ല, അടുത്തത് വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഇവിടെ ഇരുന്നോ? അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ നോളാം. നിങ്ങൾ വരും, ഇങ്ങോട്ട് ഇരിക്കാം. എന്തി പോന്നു? അല്ല, അനക്കെന്നെ മനസ്സിലായ? എവിടെ കണ്ടിട്ടുണ്ട്, ഒരു ഓർമ്മയിൽ കിട്ടണില്ല. നിങ്ങൾ പണ്ട് കൂരാച്ചുണ്ടിൽ താമസിക്കാനാ? അതിന്റെ അയൽവാസിയല്ലേ ഞാന്. ശരി. നിങ്ങളെ ഇപ്പം മരിച്ചതിന് ശേഷം ചെറുപ്പത്തിൽ നിങ്ങൾ കഴിഞ്ഞതൊക്കെ അവിടെ തന്നെ അല്ലായിരുന്നാ? നിങ്ങൾ മദർസ്ക്ക് പോകലും സ്കൂൾക്ക് പോകലും തീറ്റയും കൂടിയും ഒക്കെ അവിടെ തന്നെ അല്ലേ? ഒരു കുടുംബം പോലെ കഴിഞ്ഞ ആൾക്കാരല്ലേണ് നമ്മള്. അന്നത്തെ കാലത്ത് ചിലപ്പോൾ അങ്ങനെ പലതും ഉണ്ടാവും. ഞാൻ അപ്പൊ അതൊന്നും ഓർമ്മിച്ചോണം ആലോചിച്ച് നടക്കൊന്നുമില്ല. ഇപ്പൊ നമ്മള് മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോഴേ നമ്മളെ മുന്നിലുള്ള കാര്യങ്ങൾ നോക്കുന്നല്ലാതെ പഴയത് ഇങ്ങനെ ഓർമ്മിച്ച് നടന്നാലേ നമുക്ക് വിജയം ഉണ്ടാവില്ല. അല്ല, നിങ്ങളിപ്പോ എന്തേ പോകുന്നത്? ഞാൻ പോകുന്നതേ എന്റെ മോളെ കല്യാണം ഉണ്ട്. മനസ്സിലായി. നിങ്ങളെ ദിവസം എന്താന്ന് അറിയിച്ചോണ്ട് ഞാൻ എന്താ ചെയ്യാണ്ട് എത്തിക്കാം കേട്ടാ. ഞാൻ പറഞ്ഞത് കേക്ക്. കല്യാണം താജ് ഇന്റർനാഷണലാണ്, 5-ാം തീയതിയാണ്. അപ്പം മറക്കണ്ട. താജിലോ? അവിടൊക്കെ വലിയ വാടക ആവൂലേ? അതൊക്കെ ഇപ്പൊ എങ്ങനെ? അവിടെ തന്നെ ഇപ്പൊ ഇത് ഒതുങ്ങൂല. അതുകൊണ്ടപ്പ 2 ദിവസമാക്കി കഴിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ പരിപാടി ഉണ്ടോ? പറഞ്ഞു വന്നപ്പോ തന്നെ 10-12,000 ആൾക്കാരെ പരിപാടിയായി. ഇതേനപ്പോ അതിൽ ഒതുങ്ങുന്നുള്ള ബേജാറിലാണ്. അതാണിപ്പോ 2 ദിവസം ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ദിവസം നമ്മളെ അടുത്ത ചങ്ങായിമാരും അടുത്ത കുടുംബങ്ങളും കൂട്ടിയുള്ള ഒരു പരിപാടി. 2ാമത്തെ ദിവസം നാട്ടുകാർക്കും. അങ്ങനെ ഇപ്പൊ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം ഇജും കുട്ടികളും എല്ലാരും പെരടിക്കാണ് പോരോണ്ടി. അത് എന്റെ കൂടെ വന്നാ കുട്ടിയാ. അജയരെ, വണ്ടി അവിടെ പറമ്പ് കയറ്റിട്ടിരിക്കണം. ആയിക്കോട്ടെ. വലിയ വണ്ടിയാണ്. അത് ഇങ്ങോട്ട് പോരാതായപ്പോൾ ഓനോട് ഞാനവിടെ ആ പറമ്പിൽ സൈഡാക്കിട്ടാളെന്ന് പറഞ്ഞാണ്. വലിയ വണ്ടികളൊക്കെ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഇന്നോവയും ഇതൊക്കെ ഇങ്ങോട്ട് വരുന്നാണല്ലോ. ഇതേതാ വണ്ടി? ഇതെത്താ അതിന്റെ പേര്? ജാഗോറോ ജീഗോറോ? ഇതെത്താ അതിന്റെ പേര്? ജാഗോറ്. ജാഗോറോ? പിന്നെ ഒരുപാട് സ്ഥലത്ത് പോകാൻ ഇരിക്കാൻ നേരമില്ല. അപ്പൊ പറഞ്ഞു വരിക്കട്ടാ, ഞാൻ പോവട്ടാ. അഭിലാഷേ, ആ വണ്ടിയില് ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പോകുമ്പോ അത് വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് ആ ബൈക്കും വെച്ചിട്ട് വീട്ടിൽ കൊടുത്താളട്ടാ. ഞാൻ കൊടുത്തോളാം. ഞാൻ വേറെ ഭാഗത്തൊക്കെ പോണം. ഈ പറഞ്ഞ മാതിരിക്ക് പഴയതൊക്കെ മറക്കണത് നല്ലത് തന്നെയാണ്. പക്ഷേ കൂടെ നിൽക്കണോലെയും മുമ്പ് കൂടെ നിന്നോലെയും മറക്കണത് അത്ര നല്ലതല്ല. കൂടെ ഉള്ളവര് വിജയിക്കുമ്പോഴേ നമ്മളും വിജയിക്കുള്ളൂ. അത് മറക്കണ്ട. അസ്സലാമു അലൈക്കും. എനിക്ക് മൂപ്പരെ പരിചയം? അതാണ് നിങ്ങളെ കമ്പനിയിലെ MD. ഉണ്ടിയോ? നമ്മൾ ഓർഡർ ഇതിപ്പോ പോയിക്കോ, ഞാൻ പിന്നെ വിളിക്കാം.